സർ, കേരളത്തിൽ ക്രമാതീതമായിട്ട് ജനസംഖ്യ വർധനവ് ഉണ്ടാവുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജില്ലകളൊക്കെ പല രീതിയിൽ വെട്ടിമുറിക്കാൻ സാധ്യതയില്ല. അല്ല, അതിനകത്ത് ഇതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമൊന്നുമല്ല, അത് വേണം. കാരണം ഇത് ഭരണമൊക്കെ താഴെ തട്ടിലേക്ക് എത്തണം, എല്ലാവരിലേക്കും എത്തണം, എല്ലാവരും ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറണമെന്നുണ്ടെങ്കിൽ ഈ അധികാര വികേന്ദ്രീകരണം എന്നൊക്കെ നമ്മൾ പറയും, അതുപോലെ ഈ പഞ്ചായത്തി രാജ് ഇങ്ങനെയൊക്കെയുള്ള കാര്യം പോലെ ഇത് കുറച്ച് വിഭജനമൊക്കെ എപ്പോഴും ആവശ്യമാണ്. വലിയ ജില്ലകൾ ആയിട്ട് നിന്നു കഴിഞ്ഞാൽ എല്ലായിടങ്ങളിലേക്കും ആ ഭരണക്ഷമത ഒക്കെ എത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ല അഭിമാനത്തോടെ ചിലവരൊക്കെ പറയും, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, ഞാൻ കൊല്ലംകാരനാണ്, ഞാൻ ആലപ്പുഴക്കാരനാണ് എന്ന് പറയുമ്പോൾ അത് ഓരോ രീതിയിലും വീണ്ടും ഒരു വേർതിരിവുണ്ടാവുമ്പോൾ നമുക്കെപ്പോഴും നമ്മുടെ രാജ്യവും സംസ്ഥാനവും ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ ഓരോ നാട്ടുകാരും പറയുന്നതാണ്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്തൊക്കെ ഉള്ളവർ പറയും ഞാൻ ആലപ്പുഴക്കാരനാണ്, ഞാൻ കോട്ടയംകാരനാണ് പറയുന്ന ഒരു അഭിമാനത്തോടാണ്. പക്ഷെ അത് രണ്ടായിട്ടും മൂന്നായിട്ടും ഒക്കെ പിളരുമ്പോൾ അല്ല, പിളർപ്പെന്ന് പറയുന്നത് ഇത് ബോധപൂർവം ചെയ്യുന്നതല്ല. അങ്ങനെ ഒരു പിളർപ്പ് വേണം, അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ജനസാന്ദ്രത കൂടുന്നു, പിന്നെ ആൾക്കാരുടെ എല്ലാ കാര്യങ്ങളിലുള്ള ഇടപെടലിലുമൊക്കെ മാറ്റം സംഭവിച്ചു, ഭരണ നേട്ടങ്ങളൊക്കെ എല്ലാ തട്ടിലേക്കും എത്തണം. ഇപ്പോൾ കേരളത്തിൽ 14 ജില്ലകളാണ് ഉള്ളത്. ഇനി അതിന് ഒരുപക്ഷെ 3 ജില്ലകൾ കൂടി പുതുതായി വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊരുപക്ഷെ ഭരണച്ചെലവ് കൂടും, അപ്പോൾ അധിക സാമ്പത്തിക ബാധ്യതയിലേക്കും പോകും. നമുക്കറിയാം കേരളം വലിയ കടക്കണിയിലാണ്. പക്ഷെ കടക്കണിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് കാലാനുസൃതമായിട്ട് ഇത് സംഭവിക്കേണ്ടതാണ്. അപ്പോൾ ഭരണകാര്യങ്ങൾ താഴെത്തട്ടിൽ എത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടായാൽ പോലും അതിനകത്ത് കാര്യങ്ങൾ ഡിവൈഡ് ചെയ്ത് പോകണമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നോക്കുക, ഇങ്ങ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് തിരുവനന്തപുരത്തിനോട് ചേർന്ന് കിടക്കുന്ന മലയോര മേഖലയുണ്ട്. അവരുടെ പിന്നെ ഇപ്പോൾ നെയ്യാറ്റിൻകര പോലുള്ള പ്രദേശം, കാട്ടാക്കട പോലുള്ള പ്രദേശം, അവിടെയൊക്കെയുള്ളത് അവരുടെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് വയനാടിനേക്കാൾ കുറഞ്ഞ പ്രതിശീർഷ വരുമാനമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അതിന് മാറ്റമുണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് വളരണം, അത് ഒരു പട്ടണമായി മാറണം. അപ്പോൾ തിരുവനന്തപുരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രാന്തപ്രദേശങ്ങളായ നെയ്യാറ്റിൻകര, കാട്ടാക്കട ഇവയെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു പുതിയ ജില്ല വേണമെന്നുള്ളൊരാവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി. ഈ സമീപകാലത്തായിട്ട് നെയ്യാറ്റിൻകര MLA ആൻസലൻ MLAയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 1,00,000-ഓളം പേർ ഒപ്പിട്ട ഒരു നിവേദനം തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ തെക്കൻ മേഖലയിലേക്ക്, കേരളത്തിൻ്റെ തെക്കൻ മേഖലയിൽ ഒരു പുതിയ ജില്ല കൂടി ആവശ്യമാണ്, തിരുവനന്തപുരത്തെ വിഭജിച്ചുകൊണ്ട്. അത് നെയ്യാറ്റിൻകര ആയിരിക്കും. ഇതിന് ലത്തീൻ രൂപതയുടെയൊക്കെ പിന്തുണയുണ്ട്. അതിനോടൊപ്പം അരുവിപ്പുറം മഠാധിപതി അവരുടെയൊക്കെ തന്നെ പിന്തുണയോടുകൂടിയാണ് ഇങ്ങനെയൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് ഈ ജില്ലയ്ക്ക് വേണ്ടിയുള്ള മുറവിളി കൂട്ടുന്നത്. വളരെ കാലമായിട്ട് നെയ്യാറ്റിൻകരയുടെ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ ഒരു ടൂറിസം സാധ്യതയുള്ള ഇടം കൂടിയാണ്. അപ്പോൾ നെയ്യാറ്റിൻകരയുടെ ഒരു പ്രൗഢി ആകെ അങ്ങ് മാറും. നെയ്യാർ ഡാമുണ്ട്, അഗസ്ത്യാർ കൂടമുണ്ട്. അപ്പോൾ ഇതൊക്കെ സമീപത്തായിട്ട് തന്നെയാണ്, തിരുവനന്തപുരത്തിനോടും നെയ്യാറ്റിൻകരയോടും സമീപത്ത് തന്നെയാണ് കോവളവും നിൽക്കുന്നത്. അപ്പോൾ ഏറെ അതുപോലെ വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അതിന് തൊട്ട് അടുക്കലാണ് വിഴിഞ്ഞവും നിൽക്കുന്നത്. അപ്പോൾ ഈ നെയ്യാറ്റിൻകര ഒരു ജില്ലയായിട്ട് വരുമ്പോൾ അതിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് മറ്റ് ഒരുപക്ഷെ എറണാകുളം പോലെയൊക്കെ വളർന്നു കയറി വരേണ്ടതാണ്. തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുകയാണ്. തൊട്ടപ്പുറം കന്യാകുമാരിയാണ്, നാഗർകോവിലാണ്, പിന്നെ തിരുവിതാംകൂറിൻ്റെ രാജവംശത്തിൻ്റെ പത്മനാഭപുരം കൊട്ടാരം. അപ്പോൾ ധാരാളം ടൂറിസം സാധ്യതകളും ഉള്ള ഇടമാണ്. അപ്പം ജനസംഖ്യ കൂടിയതുകൊണ്ട് ഇതൊക്കെ അനിവാര്യമായിട്ടുള്ളതാണ്. അടുത്തത് വരുന്നത് മലപ്പുറം ജില്ല വിഭജിക്കുക എന്നുള്ളതാണ്. മലപ്പുറം അവിടെ ഒരു ജില്ല കൂടി വേണം. വേണമെന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും പറയാം അത് മുസ്ലിം ലീഗുകാരുടെ ഏർപ്പാടാണ്, അതവർ കൊണ്ടുപോകും. ഭരണം UDF വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജില്ല കിട്ടും, ജില്ലയല്ല അവർക്കൊരു സംസ്ഥാനം വേണമെങ്കിലും കിട്ടും എന്ന് കരുതുന്നവരുണ്ട്, എന്ന് പറയുന്നവരുമുണ്ട്, നമ്മളടക്കം പറയുന്നുണ്ട്. മലപ്പുറം എന്ന് പറയുന്നത് ഏതാണ്ട് 2011 സെൻസസ് പ്രകാരം 41 ലക്ഷമാണ് അവിടുത്തെ ജനസംഖ്യ.
കേരളത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ജില്ലയാണ്. അപ്പോൾ 1969 ജൂൺ 18 മലപ്പുറം ജില്ല രൂപീകൃതമായിട്ടുള്ളത്. 7 താലൂക്ക് 12 നഗരസഭയും ചേർന്നതാണ് ഈ മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയെ വിഭജിച്ചുകൊണ്ട് തിരൂർ, പൊന്നാനി ഇവയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരൂർ ആസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ജില്ല വരിക, മലപ്പുറത്തെ വിഭജിച്ചുകൊണ്ട്. അപ്പോൾ തിരൂർ എന്ന് പറയുന്നത് തുഞ്ചൻ പറമ്പാണ്. മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജന്മസ്ഥലം തിരൂരാണ്. തിരൂർ തുഞ്ചൻ പറമ്പിലാണ്. അവിടെ തിരൂർ തുഞ്ചൻ പറമ്പ് വളരെ കാര്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. മലയാളം സർവകലാശാലയുടെ ആസ്ഥാനമാണ് തിരൂര്. അപ്പോൾ അങ്ങനെ ഈ 7 താലൂക്കും 12 നഗരസഭയുള്ള മലപ്പുറത്തെ വിഭജിച്ച് തിരൂർ ആസ്ഥാനമാക്കി കൊണ്ടുവരുന്നു. അതുപോലെ അടുത്ത വരുന്നത് മലയോര ജില്ലയായിട്ടുള്ള ഇടുക്കി വലിയ ജില്ലയാണ്. അപ്പോൾ ഈ ഇടുക്കി ജില്ലയുടെ ജില്ലാ ആസ്ഥാനം എന്ന് പറയുന്നത് പൈനാവാണ്. മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങ് പൈനാവിലെത്തുന്നതിന് വേണ്ടി മലയോര മേഖലയിൽ നമുക്കറിയാം യാത്രയൊക്കെ വളരെ ദുർഘടം പിടിച്ചതാണ്. അതിൻ്റേതായ താമസവും ഒക്കെ ഉണ്ടാകുന്നതാണ്. തൊടുപുഴ, പൊൻകുന്നം ഇങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ആ പ്രദേശങ്ങളെല്ലാം മാറ്റി തീർത്തുകൊണ്ട് എറണാകുളം ജില്ലയിലുള്ള മൂവാറ്റുപുഴയും കൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പുതിയൊരു ജില്ല രൂപീകരിക്കുക. അത് മൂവാറ്റുപുഴ ജില്ലയായിരിക്കും. അത് ഈ ഇടുക്കി ജില്ല 1972 ജനുവരി 26 രൂപീകൃതമായത്. അന്ന് 1972 ജനുവരി 22 രൂപീകൃതമായപ്പോൾ അന്ന് കരുണാകരൻ തന്നെ പറയുകയുണ്ടായിട്ടുണ്ട്, ഇനി ഒരു ജില്ല അതല്ല 82 പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി കരുണാകരൻ പറയുകയുണ്ടായി, ഇനി ഒരു ജില്ല വരുന്നുണ്ടെങ്കിൽ അത് മൂവാറ്റുപുഴ ആയിരിക്കും എന്ന്. 1982 പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നത്. പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് കരുണാകരൻ മന്ത്രിസഭയെ പിടിച്ചു നിർത്തിയത് ഒറ്റ MLA പിൻബലത്തിലാണ്. സ്വതന്ത്രനായി പത്തനംതിട്ടയിൽ നിന്ന് ജയിച്ചു വന്ന KK നായർ എന്ന് പറയുന്ന MLA പിൻബലത്തിലാണ്. അന്ന് KK നായർ ഒറ്റ ഡിമാൻഡേ വെച്ചുള്ളൂ മുമ്പോട്ട്, എനിക്ക് ജില്ല വേണം, ഞങ്ങൾക്ക് അത് പത്തനംതിട്ട ജില്ലയാണ് വേണമെന്ന് പറഞ്ഞു. അതിലാണ്. അതുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലയുടെ ഉപജ്ഞാതാവായിട്ടാണ് KK നായരെ അറിയപ്പെടുന്നത്. ഈ ജില്ലയിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 82 പത്തനംതിട്ട ജില്ല രൂപീകൃതമായത്. അന്ന് ഉദ്ഘാടനം ചെയ്ത സമയത്താണ് കരുണാകരൻ പറഞ്ഞത് മൂവാറ്റുപുഴയിലേക്കും ഇനി അടുത്ത ജില്ല മൂവാറ്റുപുഴയായിരിക്കും എന്നുള്ളത്. മൂവാറ്റുപുഴ ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ നിന്നും കുറേ ഭാഗങ്ങളും എറണാകുളം ജില്ലയുടെ ചില ഭാഗങ്ങളും കൂടെ ചേർത്തുകൊണ്ട് പുതിയ ജില്ല. അപ്പോൾ 3 ജില്ലകൾ എന്ന് പറയുമ്പോൾ, ഒന്ന് കേരളത്തിൻ്റെ തെക്കൻ മേഖല വരുന്ന നെയ്യാറ്റിൻകര, 2 മലപ്പുറത്തെ വിഭജിച്ച് എടുക്കുമ്പോൾ അതിൽ നിന്ന് തിരൂര്, 3 എറണാകുളം ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള മലയോര മേഖലയാണത്. അതിനെ വിഭജിച്ചെടുത്ത് മൂവാറ്റുപുഴ എന്ന് പറയുന്നത് അത് കാർഷിക മേഖലയാണ്. അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിലിപ്പോൾ നെയ്യാറ്റിൻകര നോക്കിയാലും അങ്ങനെ തന്നെയാണ്. നെയ്യാറ്റിൻകരയും കാട്ടാക്കടയും ഒക്കെ തന്നെ കാർഷിക മേഖലയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഇടമാണ്. തിരുവനന്തപുരത്ത് ഒക്കെ തന്നെ തിരുവനന്തപുരം നഗരത്തെ നിലനിർത്തിയിരുന്ന ഇവിടേക്ക് ആവശ്യമായ പച്ചക്കറി വിഭവങ്ങളൊക്കെ ഒരു കാലത്ത് വന്നുകൊണ്ടിരുന്നത് കാട്ടാക്കടയും നെയ്യാറ്റിൻകരയും നിന്നുള്ള കൃഷി പ്രദേശത്ത് നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു വലിയ മാറ്റം സംഭവിക്കുമെന്നുള്ളതാണ്. പിന്നീട് വരുന്നത് ഇടുക്കി ജില്ലയെയും എറണാകുളത്തെയും എന്നുള്ള മൂവാറ്റുപുഴ ജില്ല വരികയാണ്. ഇത് അപ്പോൾ കേരളത്തിലെ 14 ജില്ലകൾ ഇനിയും 17 ജില്ലകളായിട്ട് ഈ 3 കൂടി വരുമ്പോൾ 17 മാറും. ഇതെന്ന് നടപ്പിലാകുമെന്നുള്ളതിനെക്കുറിച്ച് ഒന്നും വ്യക്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ആവശ്യം ഉയർന്നു കഴിഞ്ഞു. ഈ ആവശ്യം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യവുമാണ്. കാരണം ഇത് 3 ഇടങ്ങളും തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഇടം തന്നെയാണ്.